ഡെയിലി പ്രാക്ടീസിൽ ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടുവരുന്നൊരു ചോദ്യമാണ്, ഡോക്ടർ മില്ലറ്റ്സ് ഡയറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താണ് മില്ലറ്റ്സ്? എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ആവുന്നത്? അത് കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ റെഗുലർലി ഫേസ് ചെയ്യാം. അപ്പോൾ തോന്നിയ ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ. ആയുർവേദത്തിൽ അതിനെ കുധാന്യങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മില്ലറ്റ്സ്? എത്ര തരം മില്ലറ്റുകൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്? അതെങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിൽ എഫക്റ്റ് ആവുന്നത്? അതെങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം എന്നതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഹാർഡ്ലി ഒരു 10 മില്ലറ്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം. പോസിറ്റീവ് മില്ലറ്റ്, പിന്നെ ന്യൂട്രിയൻ മില്ലറ്റ്. പോസിറ്റീവ് മില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുധാന്യങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറുകളായ ഡയബറ്റിക്, പിന്നെ തൈറോയിഡ് ഡിസോർഡറുകൾ, അതല്ലെങ്കിൽ കൊളസ്ട്രോൾ, സീലിയാക് ഡിസോർഡറുകൾ, പിന്നെ ക്യാൻസർ, ഇത്തരം അസുഖങ്ങളിൽ നമുക്ക് തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്, അതായത് നമുക്കതിൻ്റെ ഗുണങ്ങൾ കൊണ്ട് നമ്മളുടെ ഒരു കണ്ടീഷനെ റിസോൾവ് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള മില്ലറ്റുകളാണ് പോസിറ്റീവ് മില്ലറ്റ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് മില്ലറ്റുകളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെന, വിറക്, കുതിരവാലി, ഇത്തരം പിന്നെ മില്ലറ്റുകളാണ് പോസിറ്റീവ് മില്ലറ്റ് എന്ന് പറയുന്നത്. ഇനി ന്യൂട്രിയൻ മില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഹെൽത്തിന് ബെനിഫിറ്റാണ്, ബട്ട് ഒരു തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഒന്നുമില്ല. പ്രത്യേകിച്ചിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഗുണങ്ങൾ, ഇന്ന രോഗങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. ബട്ട് ഓവറോൾ നോക്കുമ്പം അത് നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ വരുന്നതാണ് നമ്മുടെ റാഗി അഥവാ മുത്താറി, പിന്നെ ബാജ്ര, അതുപോലെ തന്നെ മണിച്ചോളം, ഇത്തരം മില്ലറ്റുകളൊക്കെ ഈ ഒരു ഹെൽത്ത് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് നമ്മളുടെ ബോഡീനെ എഫക്റ്റ് ആവുന്നത്? ഈ ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ് ഡൈജഷന് വേണ്ടിയിട്ട്. ബട്ട് എന്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കണ്ടീഷനിൽ. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അതായത് മില്ലറ്റിൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഹൈലി ബെനിഫിഷ്യലാണ് ഡയബറ്റിക് പേഷ്യൻസിൽ. അപ്പം ഈ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്, പിന്നെ അതുപോലെ തന്നെ ഫൈബ്രസ് കണ്ടൻറ്റ് കൂടുതലാണ്. ഫൈബ്രസ് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഡൈജഷന് ഈസിയാണ്. അതുപോലെ തന്നെ മലശോധന, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഹൈലി ബെനിഫിഷ്യലാണ് ഈ മില്ലറ്റുകൾ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ. പക്ഷേ ഇതെങ്ങനെ കഴിക്കണം? ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഹെൽത്തിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ? ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഇതിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ മില്ലറ്റുകളിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മാർക്കറ്റിൽ 2 തരത്തിൽ അവൈലബിൾ ആണ്. പോളിഷ്ഡ് ആയിട്ടും അൺപോളിഷ്ഡ് ആയിട്ടും. നമുക്ക് അരിയും മറ്റ് സാധനങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പോളിഷ്ഡ് റൈസ് ഉണ്ട്, അൺപോളിഷ്ഡ് റൈസ് ഉണ്ട്. ഈ പോളിഷ്ഡ് എന്ന് പറയുമ്പം ഇത് കെമിക്കൽ പ്രോസസ്സിനൊക്കെ വിധേയമായിട്ട് പോളിഷ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഹസ്ക് റിമൂവ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷ്ഡ് നമ്മൾ മേടിക്കുമ്പോൾ ഇതിൻ്റെ ഫൈബ്രസ് കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങളിത് മാർക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പം അൺപോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റ്സ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപോളിഷ്ഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൽ ഫൈബ്രസ് കണ്ടൻറ്റ് കൂടുകയും അത് നമ്മുടെ ഡൈജഷനെയും മലശോധനം, ഇത്തരം കാര്യങ്ങളെ ഹൈലി ബെനിഫിഷ്യൽ ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ധാന്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു കെമിക്കൽ നമ്മളുടെ ബോഡിയിലുള്ള മെറ്റൽസിനെ ബൈൻഡ് ചെയ്തിട്ട് അതിനെ നമ്മളെ ബോഡിയിലേക്കുള്ള, അതായത് മെറ്റൽസ് മീൻസ് സിങ്ക്, കോപ്പർ, ഇത്തരം മെറ്റലുകൾ നമ്മുടെ ബോഡിയിലേക്കുള്ള ആഗിരണത്തിന് കുറക്കുന്നുണ്ട്, അബ്സോർപ്ഷൻ കുറക്കും. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരം ഡയറ്റുകളിലേക്ക് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അടുത്ത ഒന്നാണ് ഗോയിറ്റർ, അതായത് അയഡിൻ്റെ അബ്സോർപ്ഷൻ കുറക്കാൻ കഴിവുണ്ട് ഈ പറയുന്ന മില്ലറ്റുകൾക്ക്. അപ്പം ആ ഒരു കണ്ടീഷൻ, അതായത് ഗോയിറ്റർ പോലുള്ള കണ്ടീഷനിലുള്ള ഒരാൾ
വിത്തൗട്ട് എനി പ്രയർ നമ്മുടെ ഒരു ഗൈഡൻസ് ഇല്ലാതെ ഇത് എടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ കണ്ടീഷൻസ് വേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കണ്ടീഷനുള്ള ആൾക്കാരും അണ്ടർ പ്രോപ്പർ ഗൈഡൻസ് അല്ലാതെ ഇത്തരം ഒരു ഒരു ഡയറ്റിന് സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 to 8 hour വാട്ടറിൽ സോക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ പറയുന്നത് ഡൈജഷനെ ബാധിക്കുകയും ഇത് കഴിക്കുന്നത് കൊണ്ട് ഗ്യാസ് ബ്ലോട്ടിംഗ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലറ്റ് ഡയറ്റ് നല്ലതാണ്, ബട്ട് അണ്ടർ പ്രോപ്പർ ഗൈഡൻസ് അല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ മില്ലറ്റ് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷണ രീതി തന്നെയാണ്. പക്ഷേ ഇത് എങ്ങനെ, എപ്പോൾ, ആര്, എന്തിന് കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഹെൽത്ത് കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം എല്ലാവരും ചോദിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ഈ പറയുന്ന പോസിറ്റീവ് മില്ലറ്റ്, അതായത് ഡിസീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മില്ലറ്റുകൾ നമുക്ക് കഴിക്കാം, ബട്ട് അണ്ടർ പ്രോപ്പർ ഗൈഡൻസും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ, നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാനിതിൽ ആയുർവേദത്തിൻ്റെ ഒരു പ്രാധാന്യം, ആയുർവേദം എന്താണ് മില്ലറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടും മില്ലറ്റ് എങ്ങനെ കഴിക്കണം, എങ്ങനെയൊക്കെയാണ് ആയുർവേദ വിധിപ്രകാരം മില്ലറ്റ് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യും. താങ്ക് യു. ആയുർസിദ്ധി ആയുർവേദ മെഡിക്കൽ സെൻറ്റർ, അലൈൻ സെൻറ്റർ, ബെർദുബായ്.